Dear students, in today's class we will study what are non-ideal solutions. ആദ്യം ഐഡിയൽ സൊല്യൂഷൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർത്ത് നോക്കാം. Ideal solutions are those solutions which obey the Raoult's law at all concentrations and at all temperatures. Right? The interactions between the components, that is AB interactions, are almost the same as those in the pure components, AA interactions and BB interactions. Again, delta V mixing is equal to 0. Delta H mixing also equal to 0. ഓർമ്മ കിട്ടുന്നില്ലേ? ഐഡിയൽ സൊല്യൂഷൻസിന് നേർ വിപരീതമാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അപ്പം എങ്ങനെയായിരിക്കും വരേണ്ടത്? നോൺ ഐഡിയൽ സൊല്യൂഷൻസ് റൗൾസ് ലോ ഒബേ ചെയ്യില്ല. എന്തുകൊണ്ടായിരിക്കും? Interactions between the components will not be the same as that of the pure components. Delta H mixingum അതുപോലെ delta V mixingum 0 ആവില്ല. ഇങ്ങനെയല്ലേ വരേണ്ടത്? Yes. Non-ideal solutions are those solutions which do not obey the Raoult's law. Raoult's law obey ചെയ്യില്ല. റൗൾസ് ലോ ഒബേ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ കമ്പോണൻസ് എയും ബിയും ആണെങ്കിൽ പാർഷ്യൽ പ്രഷേഴ്സ് പി എ നോട്ട് ഈക്വൽ ടു P0 A into chi A ആൻഡ് ഫോർ ദ ബി കമ്പോണൻറ്റ് പി ബി നോട്ട് ഈക്വൽ ടു P0 B into chi B ആയിരിക്കും. അല്ലേ? ദേ വോണ്ട് ബി ഈക്വൽ ബിക്കോസ് ദേ ആർ നോട്ട് ഒബേയിങ് ദി റൗൾസ് ലോ. എഗെയിൻ വാട്ട് വിൽ ബി ദ പി ടോട്ടൽ? P total എന്ന് പറഞ്ഞാൽ പി എ പ്ലസ് പി ബി ആണ്. വിൽ ഇറ്റ് ബി ഈക്വൽ? നോ. പി എ പ്ലസ് പി ബി ഓൾസോ നോട്ട് ഈക്വൽ ടു P0 A into chi A പ്ലസ് P0 B into chi B. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? Why it is not obeying Raoult's law? Because the interactions between the components in the solution, that is AB interactions, are different from those in the pure components. പ്യുവർ കമ്പോണൻസ് ആയിട്ടുള്ള എ എ അട്രാക്ഷനും അതുപോലെ ബി ബി അട്രാക്ഷനും പരിഗണിച്ചാൽ എ എ അട്രാക്ഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ബി ബി അട്രാക്ഷൻ വിച്ച് ഈസ് അഗെയിൻ ഡിഫറെൻറ്റ് ഫ്രം വാട്ട്? എ ബി അട്രാക്ഷൻ. ഓൾ ദി അട്രാക്ഷൻസ്, ഓൾ ദി ഇൻറ്ററാക്ഷൻസ് വിൽ ബി ഡിഫറെൻറ്റ്. അഗെയിൻ there will be volume change. Delta V mixing will not be equal to 0. There will be again enthalpy change. Delta H mixing will not be equal to 0. Again, delta V mixing not equal to 0 and delta H mixing also not equal to 0. Clear ആയല്ലോ? ഇത്തരത്തിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് കാണുന്നത്. They are of two types. ഏതൊക്കെയായിരുന്നു? The solutions, non-ideal solutions which are showing positive deviations from Raoult's law. എന്തായിരിക്കണം? റൗൾസ് ലോയിൽ നിന്നും പോസിറ്റീവ് വ്യതിയാനം കാണിക്കുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾസ് ലോ. രണ്ടാമതായിട്ട് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾസ് ലോ. എന്ത് പറയാം? റൗൾസ് ലോയിൽ നിന്നും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ solutions. Okay ആയോ? So positive deviations from Raoult's law and those solutions showing negative deviation from Raoult's law. ഇത് എന്തെന്ന് വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു നോക്കാം. പോസിറ്റീവ് ഡീവിയേഷനിൽ the interaction between the components AB will be lesser than that in pure components. പ്യുവർ കമ്പോണൻസിൽ ഏതൊക്കെയായിരുന്നു? എ എ ഇൻ്ററാക്ഷനും അതുപോലെ ബി ബി ഇൻ്ററാക്ഷനും. എ എക്കാളും അതുപോലെ ബി ബിയെക്കാളും എ ബി ഇൻ്ററാക്ഷൻസ് വിൽ ബി ലെസ്സർ ഇൻ പോസിറ്റീവ് ഡീവിയേഷൻസ്. നെഗറ്റീവിലാണെങ്കിലോ ദിസ് ഇൻ്ററാക്ഷൻസ് എ ബി ഇൻ്ററാക്ഷൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ എ എ ഇൻ്ററാക്ഷൻസ് ആൻഡ് ബി ബി ഇൻ്ററാക്ഷൻസ്.
സോ ഇൻ്ററാക്ഷൻസ് എ ബി പോസിറ്റീവിൽ കുറവാണ്. അതേ സ്ഥാനത്ത് നെഗറ്റീവ് ഡീവിയേഷനിൽ എ ബി ഇൻ്ററാക്ഷൻസ് പ്യുവർ കമ്പോണൻസിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ഇൻ്ററാക്ഷൻസിനനുസരിച്ച് പാർഷ്യൽ പ്രഷേഴ്സിന് വ്യത്യാസം വരും. പാർഷ്യൽ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണൻസ് എയും ബിയും റൗൾസ് ലോ അനുസരിക്കുന്നുണ്ടോ? ഇല്ല. Therefore, PA for component A, the partial pressure will be greater than P0A into chi A in positive deviation. Similarly, in positive deviation, PB will be greater than P0B into chi B. Total pressure PA plus PB എന്ന് പറയുന്നതും റൗൾസ് ലോയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കും. സോ ഗ്രേറ്റർ. നെഗറ്റീവ് ഡീവിയേഷനിൽ നേരെ ഓപ്പോസിറ്റ്, അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് എ പി എ വിൽ ബി ലെസ്സർ ദാൻ P0A into chi A and PB will be lesser than P0B into chi B. The total pressure also will be lesser than expected according to Raoult's law. ഇങ്ങനെ വരുമ്പോൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ വി മിക്സിങ്ങും എങ്ങനെയായിരിക്കാം? Delta H mixing during the solution, enthalpy change during the solution mixing will be greater than 0. Greater than 0, it will be positive. And delta V mixing also will be greater than 0, positive. For which deviation? Positive deviation. Similarly, delta H mixing and delta V mixing will be less than 0. Less than 0 means negative value will be there. Negative. For which deviation? Negative deviation. Finally, in positive deviation, they form minimum boiling azeotropes. എന്തായിരുന്നു വാക്ക്? അസിയോട്രോപ്പ്. അതും എങ്ങനെ? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ഫോം ചെയ്യും. നെഗറ്റീവ് ഡീവിയേഷനിലാണെങ്കിലോ എന്താ ഫോം ചെയ്യുന്നത്? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഇവിടെ അസിയോട്രോപ്സ് എന്നുള്ളത് തികച്ചും പുതിയൊരു പേരാണ് നിങ്ങൾക്ക്. അതിനെക്കുറിച്ച് ഞാൻ ഈ ടോപ്പിക്കിൻ്റെ അവസാനം കൃത്യമായി വിശദീകരിക്കാം. ഇപ്പോൾ ഒരിക്കൽ കൂടി കമ്പാരിസൺ നമുക്ക് ക്ലിയർ ആക്കാം. ഇൻ്ററാക്ഷൻസ് പോസിറ്റീവ് ഡീവിയേഷനിൽ എ ബി ഇൻ്ററാക്ഷൻസ് മസ്റ്റ് ബി ലെസ്സർ. നെഗറ്റീവ് ഡീവിയേഷൻ എ ബി ഇൻ്ററാക്ഷൻസ് ആർ ഗ്രേറ്റർ. Partial pressures must be greater than that expected according to Raoult's law. In positive deviation, negative ഇലാണെങ്കിൽ partial pressures will be PA and PB will be lesser. Delta H mixing and delta V mixing greater than 0. In positive deviation, delta H mixing and V mixing less than 0 in negative deviation. Minimum boiling azeotropes in positive deviation, maximum boiling azeotropes in negative deviation. ഓക്കെ ആയോ? ഓർത്തിരിക്കാൻ ഒരു കാര്യം കൂടി, ഇതിൽ 1ഉം 4ഉം പോയിന്റ്സ് ഞാൻ പറഞ്ഞത് ഏതായിരുന്നു? ഇൻ്ററാക്ഷനും അസിയോട്രോപ്പുമായിരുന്നു. ഇത് രണ്ടും കാണിക്കുന്നത് ലെസ്സർ വാല്യൂ ആണ് പോസിറ്റീവ് ഡീവിയേഷനിൽ. എന്നാൽ 2ഉം 3ഉം പോയിന്റ്സ്, അതായത് പ്രഷർ, ഡെൽറ്റ എച്ച് മിക്സിംഗ്, വി മിക്സിംഗ്, ഇവ പോസിറ്റീവ് ഡീവിയേഷനിൽ ഗ്രേറ്റർ ആയിരിക്കും. സോ ആ ഒരു കമ്പാരിസൺ അവിടെ കൊടുത്ത് അത് ഓർക്കുക. നേരെ തിരിച്ച് 1ഉം 4ഉം ഇൻ്ററാക്ഷൻസ് വിൽ ബി ഗ്രേറ്റർ, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അവിടെ കൂടുതലായിട്ടാണ് നെഗറ്റീവിൽ വരുന്നത്. പക്ഷേ പാർഷ്യൽ പ്രഷറും അതുപോലെ മിക്സിംഗ്, ഡെൽറ്റ എച്ച് മിക്സിംഗ് ആൻഡ് ഡെൽറ്റ വി മിക്സിങ്ങിൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്? ദേ വിൽ ബി വാട്ട്? ലെസ്സർ. ഓക്കെ, അങ്ങനെ അത് ഓർത്ത് വയ്ക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക? ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അല്ലേ? ഇങ്ങനെയായിരുന്നു. വേപ്പർ പ്രഷർ അഗൈൻസ്റ്റ് സ്മോൾ ഫ്രാക്ഷൻ ആണ് വരച്ചത്. ലീനിയർ ഗ്രാഫുകളാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണൻറ്റ് 1ഉം 2ഉം വരച്ചു. എന്നതിന് ശേഷം അതിൻ്റെ പ്യുവർ കമ്പോണൻസിൻ്റെ വാല്യൂ നമ്മൾ ജോയിൻ ചെയ്തു. ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഏതായിരുന്നു? നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാ. അപ്പോൾ പാർഷ്യൽ പ്രഷർ ഈക്വൽ അല്ല അല്ലേ? ഒന്നുകിൽ ഗ്രേറ്റർ ദാൻ ആണ്, അല്ലെങ്കിൽ എന്താണ്? ലെസ് ദാൻ ആണ്.
സോ പോസിറ്റീവ് ഡീവിയേഷനിലാണ് വരുന്നതെങ്കിൽ പാർഷ്യൽ പ്രഷേഴ്സ് ആർ ഓൾവേസ് ഗ്രേറ്റർ. സോ ഫസ്റ്റ് വി വിൽ ഡ്രോ വാട്ട് ദി ഐഡിയൽ സൊല്യൂഷൻ ഗ്രാഫ്. അതാണ് ഞാൻ ഇവിടെ ഡോട്ടഡ് ലൈനിൽ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത്. സോ അതിനനുസരിച്ച് അല്ലെങ്കിൽ അതിനെ അപേക്ഷിച്ച് എന്ത് മാറ്റം വരുന്നു, എന്ത് ഡീവിയേഷൻ വരുന്നു എന്നാണ് കാണിക്കേണ്ടത്. സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ഓർ ബേസ്ഡ് ഓൺ ദ റൗൾസ് ലോ ദർ വിൽ ബി ഡീവിയേഷൻ. വിച്ച് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ? പോസിറ്റീവ് ഡീവിയേഷൻ. സോ ഇൻ ബിറ്റ്വീൻ ദ ടു മോൾ ഫ്രാക്ഷൻസ് 0 and 1, 0യ്ക്കും 1നും ഇടയ്ക്ക് ഏത് മോൾ ഫ്രാക്ഷനിൽ നോക്കിയാലും, ഏത് മോൾ ഫ്രാക്ഷൻ എടുത്ത് നോക്കിയാലും പാർഷ്യൽ പ്രഷർ ഓഫ് കമ്പോണന്റ് 1 വിൽ ബി ഗ്രേറ്റർ. കണ്ടോ, ഗ്രാഫ് മുകളിലേക്കാണ് വരച്ചിരിക്കുന്നത്, ആ സ്ട്രേറ്റ് ലൈൻ്റെ മുകളിലേക്കാണ് കാണിച്ചിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് 1 വിൽ ബി ഗ്രേറ്റർ. അതുപോലെ P2 എന്ന ഗ്രാഫ് നോക്കുക. P2 ദ പാർഷ്യൽ പ്രഷർ റൗൾസ് ലോയിൽ കിട്ടേണ്ടത് എങ്ങനെയാണ്? ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ സ്ട്രേറ്റ് ലൈൻ കിട്ടേണ്ട സ്ഥാനത്ത് ഡീവിയേഷൻ വരുന്നു. സോ കർവ് എവിടേക്കാണ് വരയ്ക്കുന്നത്? മുകളിലേക്കാണ് വരയ്ക്കുന്നത്. പാർഷ്യൽ പ്രഷർ at each point between 0 and 1 will be greater. Then total pressure ആണെങ്കിലോ, it is the sum of the partial pressures. രണ്ട് പാർഷ്യൽ പ്രഷറും കൂടുതലാണ്. അതിനനുസരിച്ച് ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഓൾസോ വിൽ ബി ഗ്രേറ്റർ ദാൻ എക്സ്പെക്റ്റഡ് അക്കോർഡിംഗ് ടു റൗൾസ് ലോ. റൗൾസ് ലോയിൽ സ്ട്രേറ്റ് ലൈൻ കിട്ടണം, പകരം നമുക്ക് കിട്ടുന്നത് എന്തായിരുന്നു? സ്ട്രേറ്റ് ലൈൻ്റെ മുകളിലേക്കുള്ള ഒരു കർവാണ് കിട്ടുന്നത്, indicating that partial pressures are greater. Similarly, total pressures are also greater. ഇത് പോസിറ്റീവ് ഡീവിയേഷനിൽ. അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ ജസ്റ്റ് ഓപ്പോസിറ്റ്. റൗൾസ് ലോ എല്ലാം സ്ട്രേറ്റ് ലൈൻ ആണ് കിട്ടുന്നത്, ഐഡിയൽ സൊല്യൂഷൻ. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ, they are showing negative deviation, that is partial pressures are always lesser. സോ P1ൻ്റെ ഗ്രാഫ് പരിശോധിച്ചാൽ കാണാം, ഗ്രാഫ് താഴേക്കാണ് വരയ്ക്കുന്നത്. സ്മോൾ ഫ്രാക്ഷൻ 0യ്ക്കും 1നും ഇടയ്ക്ക് ഏത് പോയിന്റ് പരിശോധിച്ചാലും പാർഷ്യൽ പ്രഷർ P1 ലെസ്സർ ആണ്, P2 ലെസ്സർ ആണ്. ശരിയല്ലേ? P2 വരച്ചിരിക്കുന്നത് താഴേക്കാണ്. സിമിലർലി ടോട്ടൽ വേപ്പർ പ്രഷർ ആണെങ്കിലോ പാർഷ്യൽ പ്രഷറിനനുസരിച്ചല്ലേ വരുള്ളൂ. ടോട്ടൽ പ്രഷർ ഇസ് ഓൾസോ ലെസ്സർ ദാൻ എക്സ്പെക്റ്റഡ് അക്കോർഡിംഗ് ടു റൗൾസ് ലോ. ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കുന്നതും ക്ലിയർ ആയല്ലോ. ഇനി എന്തൊക്കെ എക്സാമ്പിൾസ് ഉണ്ടെന്ന് നോക്കാം. ഐഡിയൽ സൊല്യൂഷൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, എക്സാമ്പിൾസ് മീൻസ് ദർ ആർ നോ സൊല്യൂഷൻ വിച്ച് ഇസ് പെർഫെക്റ്റ്ലി ഐഡിയൽ, അല്ലേ? നിയർലി ഐഡിയൽ സൊല്യൂഷൻസേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ദ സൊല്യൂഷൻസ് വിച്ച് ആർ നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അതായത് അറിയുന്ന സൊല്യൂഷൻസ് എല്ലാം തന്നെ നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആയിരിക്കും. നമുക്ക് ധാരാളം എക്സാമ്പിൾസ് പറയാം. ആദ്യം പോസിറ്റീവ് ഡീവിയേഷന് എക്സാമ്പിൾസ് ഞാൻ പറയുന്നു. മെത്തനോൾ ആൻഡ് വാട്ടർ, എത്തനോൾ ആൻഡ് വാട്ടർ. നോക്കാം, ആൽക്കഹോളും വാട്ടറും. അല്ലെങ്കിൽ ജനറലൈസ് ചെയ്യാം, ഏത് ആൽക്കഹോൾ വാട്ടർ സൊല്യൂഷൻ എടുത്താലും അത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ്. ആൽക്കഹോൾ പ്ലസ് വാട്ടർ, പോസിറ്റീവ് ഡീവിയേഷൻ. അതർ എക്സാമ്പിൾസ്, എത്തനോൾ ആൻഡ് അസെറ്റോൺ, ബെൻസീൻ ആൻഡ് അസെറ്റോൺ, chloroform and carbon tetrachloride, benzene carbon tetrachloride, toluene carbon tetrachloride. ധാരാളം എക്സാമ്പിൾസ് കണ്ടു. അതുപോലെ നെഗറ്റീവ് ഡീവിയേഷൻ, അതിൽ ആദ്യം ആസിഡും വാട്ടറും. മിനറൽ ആസിഡ്സ് മീൻസ് ഓർഗാനിക് ആസിഡ്സ് അല്ല, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്. ഈ ആസിഡുകളെല്ലാം വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തുണ്ടാക്കുന്ന സൊല്യൂഷൻ. സോ ഏത് മിനറൽ ആസിഡ് ഇൻ വാട്ടർ സൊല്യൂഷനും നെഗറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുക. ആസിഡ് ആൻഡ് വാട്ടർ. അസെറ്റോൺ ക്ലോറോഫോം, ബെൻസീൻ ക്ലോറോഫോം, ഈഥർ ക്ലോറോഫോം, അസെറ്റിക് ആസിഡ് പിരിഡിൻ. ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോയ്ക്ക് ഉദാഹരണങ്ങളാണ്. Now we have made just a comparison. അതുപോരാ, we must clearly know how some solutions are showing positive deviations and some other solutions are showing negative deviations. ആദ്യം പോസിറ്റീവ് ഡീവിയേഷൻസ് പറയാം. ഞാൻ ഉദാഹരണമായിട്ട് എത്തനോൾ അസെറ്റോൺ സൊല്യൂഷൻ എടുക്കാം. എത്തനോളിനെ എ എന്നും അതുപോലെ തന്നെ അസെറ്റോണിനെ ബി എന്നും എടുക്കുന്നു. എത്തനോൾ എക്സിസ്റ്റ് ആസ് എ ലിക്വിഡ് ബിക്കോസ് അതിലുള്ള ഇൻറ്ററാക്ഷൻ, മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്.
Alcohol molecules are liquids because they are having intermolecular hydrogen bonding. നമുക്കറിയാം intermolecular hydrogen bonding dipole interactions ആണ്. ഓക്കെ, അതുപോലെ acetone molecule, it is also a liquid due to a different dipole interaction which is not intermolecular hydrogen bonding. So that is the BB interaction. And this BB interaction is weaker than the intermolecular hydrogen bonding exists in between AA molecules. Intermolecular hydrogen bonding ഇനേക്കാളും weaker ആണ് അസെറ്റോണിലുള്ള BB interaction. അപ്പോൾ തന്നെ കണ്ടില്ലേ, AA interaction BB interaction സെയിം അല്ല. When I am mixing component A with B, ethanolum acetone കൂടി mix ചെയ്യുമ്പോൾ AA bonds will break, BB bonds will break, AB bonds will be formed. പുതിയ ബോണ്ട് ഫോം ചെയ്തു. ആര് തമ്മിൽ? എഥനോളും അസെറ്റോണും തമ്മിൽ. എങ്ങനെയാ? They are completely miscible. Acetone molecules will be going in between the ethanol molecules. അങ്ങനെ AB interaction ഉണ്ടായി. അത് completely miscible ആയി. This AB interactions are also another type of dipole interactions. But these new dipole interactions are much weaker than the earlier two cases. ഏത്? intermolecular hydrogen bonding അതുപോലെ BBയിലുള്ള dipole interactionsനേക്കാളും വളരെ കുറവാണ് പുതിയ AB dipole interaction എന്ന് പറയുന്നത്. It is weaker. Weaker ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the molecules, the A and B molecules, ethanol molecules and acetone molecules are separated. അത് തമ്മിലുള്ള separation കൂടുന്നു. They become more free. They can easily vaporize. They are highly volatile, more volatile. വാതകാവസ്ഥയിലുള്ള അല്ലെങ്കിൽ വേപ്പർ ഫേസിലുള്ള കണ്ടന്റ് കൂടുന്നു. വേപ്പർ കണ്ടന്റ് കൂടി എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ കൂടുന്നു. അപ്പം നമുക്ക് പറയാം അല്ലേ, എന്തായിരുന്നു? പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ് ഈസ് നൗ ഗ്രേറ്റർ. ആരെക്കാളും? റൗൾസ് ലോയിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും. ദാറ്റ് ഇസ് വൈ PA ഇസ് ഗ്രേറ്റർ ദാൻ P0A ഇൻറ്റു കൈ എ and PB is greater than P0B into chi B. ക്ലിയർ ആയോ? ഇനി ഡെൽറ്റ എച്ച് മിക്സിങ്ങും V മിക്സിങ്ങും. ആദ്യം ഡെൽറ്റ എച്ച് മിക്സിംഗ് ഇസ് ഗ്രേറ്റർ ദാൻ 0, പോസിറ്റീവ് എന്നാണ് പറയുന്നത്. പോസിറ്റീവ് വാല്യൂ ഫോർ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോതെർമിക്. എനർജി ഈസ് അബ്സോർബ്ഡ്. അപ്പോഴാണ് പോസിറ്റീവ് സൈൻ കൊടുക്കുക. നെഗറ്റീവ് സൈൻ കൊടുക്കുന്ന എപ്പോഴാണ്? എനർജി റിലീസ്ഡ് ആവുമ്പോൾ. ഇവിടെ എങ്ങനെയാണ് പോസിറ്റീവ് വരുന്നത്? We have seen that AB bonds are formed and AA and BB bonds are broken. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എനർജി ഈസ് അബ്സോർബ്ഡ്, എനർജി ഈസ് യൂസ്ഡ് അപ്പ്, ഉപയോഗിക്കുന്നു. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് വാല്യൂ വിൽ ബി പോസിറ്റീവ്. ഒരു ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് എനർജി വിൽ ബി റിലീസ്ഡ്. ഡെൽറ്റ എച്ച് സൈൻ വിൽ ബി വാട്ട്? നെഗറ്റീവ്. ഇവിടെ AB ബോണ്ട് ഫോം ചെയ്തത് സ്ട്രെങ്ത് എങ്ങനെയായിരുന്നു? മച്ച് വീക്കർ. സോ ലെസ്സർ എനർജി വിൽ ബി റിലീസ്ഡ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് AB ബോണ്ട് ദാൻ AA ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് BB ബോണ്ട് ബ്രേക്കിംഗ്. അവിടെ ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിച്ച എനർജിയേക്കാൾ കുറവ് എനർജിയാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇപ്പം എഥനോൾ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ബ്രേക്ക് ചെയ്യാനുള്ള എനർജി ഒരു 10 കിലോ ജൂൾ പെർ മോൾ ഓഫ് എനർജിയാണെന്ന് വിചാരിക്കാം. അസറ്റോണിലുള്ളത് 8 കിലോ ജൂൾ പെർ മോൾ ഓഫ് എനർജിയാണെന്ന് വിചാരിക്കുക. സോ ടോട്ടൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ട എനർജി 18 കിലോ ജൂൾ. AB ബോണ്ട് ഫോം ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി ലെറ്റ് ഇറ്റ് ബി 5 കിലോ ജൂൾ പെർ മോൾ ഓഫ് എനർജി. 5 കിലോ ജൂളെ റിലീസ് ചെയ്യുന്നുള്ളൂ. സോ വാട്ട് ഈസ് ദ നെറ്റ് എൻതാൽപ്പി ചേഞ്ച്? 18 ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിച്ചു, 5 മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. സോ വാട്ട് ഈസ് ദ നെറ്റ് ചേഞ്ച്? 18 minus 5, that is 13. It is absorbed or released? It is absorbed. Positive ആണ്. Clear അല്ലേ? Therefore you can say that during positive deviation from Raoult's law or in positive deviation from Raoult's law, delta H comes out to be what? Positive, or it is greater than 0. Okay. ഇനി വോളിയം ചേഞ്ച്.
വീക്കർ ഇൻ്ററാക്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. സോ മോളിക്യൂൾസ് ആർ സ്ലൈറ്റ്ലി സെപ്പറേറ്റഡ്. തമ്മിലുള്ള അകലം കൂടുന്നു. ആസ് എ റിസൾട്ട് ടോട്ടൽ വോളിയം ചേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് ഇസ് ഇറ്റ് കംസ് ഔട്ട് ടു ബി പോസിറ്റീവ്. സോ ഡെൽറ്റ വി മിക്സിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ പോസിറ്റീവ്. ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ഡീവിയേഷൻ ഡിസ്കസ് ചെയ്തു. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ ഇതുപോലെ നോക്കണം. ഞാൻ അസെറ്റോൺ ക്ലോറോഫോം സൊല്യൂഷൻ എടുക്കുകയാണ്. അസെറ്റോണിനെ ഞാൻ എ എന്നും ക്ലോറോഫോമിനെ ബി എന്നും ഡിനോട്ട് ചെയ്യുന്നു. അസെറ്റോൺ മോളിക്യൂൾസിലുള്ള ഇൻ്ററാക്ഷൻ എ ഇൻ്ററാക്ഷൻ ആണ്, ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ ആണ്. അതുപോലെ ക്ലോറോഫോം മോളിക്യൂൾസിലുള്ള ഇൻ്ററാക്ഷൻ ബി ഇൻ്ററാക്ഷൻസ് ആണ്. ദാറ്റ് ഈസ് ഓൾസോ അനദർ ടൈപ്പ് ഓഫ് ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻസ്. ഇനി ഒന്ന് കമ്പയർ ചെയ്യണം. എ ഇൻ്ററാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ ബി ഇൻ്ററാക്ഷൻസ്. അതായത് അസെറ്റോണിലുള്ള ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ ആണ് ആരെക്കാൾ കൂടുതൽ? ക്ലോറോഫോമിലുള്ളതിനേക്കാൾ കൂടുതൽ. ഞാൻ രണ്ട് ലിക്വിഡ്സും കൂടി മിക്സ് ചെയ്തു. അസെറ്റോൺ വിത്ത് ക്ലോറോഫോം. They are completely miscible. One molecule goes into the other, forming a new type of bond. They are completely miscible. That is, AB interactions are formed. അല്ലേ, പുതിയ ബോണ്ട്, പുതിയ ഇൻ്ററാക്ഷൻ അവിടെ ഉണ്ടാവും. ഏതാ പുതിയ ഇൻ്ററാക്ഷൻ? ഇറ്റ് ഇസ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ബിറ്റ്വീൻ ക്ലോറോഫോം ആൻഡ് അസെറ്റോൺ. അതും ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ ആണ്. പക്ഷേ കൂടുതൽ സ്ട്രോങ്ങർ ആയ ഡൈപോൾ ഡൈപോൾ ഇൻ്ററാക്ഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ആരെക്കാൾ സ്ട്രോങ്ങർ? എ ബി ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് എ ഇൻ്ററാക്ഷനേക്കാളും ബി ഇൻ്ററാക്ഷനേക്കാളും സ്ട്രോങ്ങർ, സ്ട്രെങ്ത് കൂടി. സോ വെൻ ദ ബോണ്ട് ബിക്കംസ് സ്ട്രോങ്ങർ, what happens? The molecules are closely packed. They are less free. അല്ലേ, അവരുടെ ഫ്രീഡം കുറഞ്ഞു. എന്തിനുള്ള ഫ്രീഡം? വേപ്പർ ഫേസിലേക്ക് പോകാനുള്ള ഫ്രീഡം കുറഞ്ഞു. ദേ ബിക്കംസ് ലെസ് വോളറ്റൈൽ. അതിനനുസരിച്ച് വേപ്പർ കണ്ടന്റ് കുറയുന്നു, വേപ്പർ പ്രഷർ കുറയുന്നു. സോ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ റൗൾസ് ലോ കമ്പാരിസൺ എടുക്കാം. പാർഷ്യൽ പ്രഷർ ഓഫ് ദ കമ്പോണന്റ് റൗൾസ് ലോയിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കുറവായിരിക്കും. സോ പി എ ലെസ് ദാൻ P0 A ഇൻറ്റു കൈ എ ആയിരിക്കില്ലേ? സിമിലർലി പി ബി ലെസ് ദാൻ P0 B ഇൻറ്റു കൈ ബി. അതിനനുസരിച്ച് തന്നെ ടോട്ടൽ വേപ്പർ പ്രഷറും കുറവായിരിക്കും. ഡെൽറ്റ എച്ച്, അതിലുള്ള മാറ്റം എങ്ങനെയാ? സ്ട്രോങ്ങർ ബോണ്ടാണ് ഫോം ചെയ്തത്. സോ എനർജി ഈസ് റിലീസ്ഡ്, മോർ എനർജി വിൽ ബി റിലീസ്ഡ്. എന്തിനേക്കാളും? ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ എ ബോണ്ടും ബി ബോണ്ടും ബ്രേക്ക് ചെയ്യാനെടുത്ത എനർജിയേക്കാൾ കൂടുതൽ എനർജി റിലീസ് ചെയ്യും. റിലീസ്ഡ് എനർജി ഈസ് മോർ മീൻസ് വാട്ട്? ദ വാല്യൂ വിൽ ബി ലെസ് ദാൻ 0. That is, the sign will be what? Negative. So delta H mixing will be less than 0, or the sign of delta H mixing will be what? Negative, for negative deviation from Raoult's law. Okay. ഇനി എങ്ങനെയാ വോളിയം ചേഞ്ച് വരുന്നത്? The molecules are what? More closer, since they are closely packed. So what happens? റൗൾസ് ലോയിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മോളിക്യൂൾസ് അടുത്താണ് നിൽക്കുന്നത്. സോ ടോട്ടൽ വോളിയം ചേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ദർ വിൽ ബി വാട്ട്? സ്ലൈറ്റ് ഡിക്രീസ് ഇൻ വോളിയം. Slight decrease. As a result, delta V during mixing, the change in volume during mixing will be less than 0, or it will be negative. Okay. സോ ഇത്രയുമാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസിൻ്റെ കമ്പാരിസണും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും വരുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് അസിയോട്രോപ്സ് എന്ന് പറയുന്ന സെക്ഷനാണ്. പക്ഷേ ഈ ഒരു സെക്ഷൻ ഇത്രമാത്രം നീണ്ടു പോകുന്നത് കൊണ്ട് ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ടായിട്ട് ഞാൻ അസിയോട്രോപ്സ് ഡിസ്കസ് ചെയ്യാം.